ഇത് പണ്ടൊരു ആട് പറഞ്ഞ പോലെയാണ് ഇതിനുള്ളിലും. എന്തായിരിക്കും പാക്കേജിങ് സ്കില്ല് വളരെ അടിപൊളിയാണ്. ഇടയ്ക്ക് കൂടി വെള്ളം വെച്ചിട്ട് ഓടി നോക്കണേ. പാഞ്ചാതിന്റെ സാരി ഇന്ന പോലെ ഉണ്ട്. ഓർത്തിരിക്കാനേ ഈ ഡ്രസ്സ് കൊള്ളായിപ്പോയി. അമ്മ ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ആറ്റുനോറ്റ് നമ്മൾ 2 ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ ഇതേ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വളരെയധികം എക്സൈറ്റ്മെന്റ് ആണ്. നമുക്കിത് ബോക്സ് പൊട്ടിച്ച് നോക്കിയാലോ? നിങ്ങളും വായോ, നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ആക്സോ ബ്ലേഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സിൻ്റെ ആണെങ്കിൽ എനിക്ക് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അയച്ചു തരുന്നത്. 2021 തോന്നുന്നു. എനിക്കൊരു വാച്ച് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 2nd പ്രാവശ്യമാണ്. എനിക്ക് വളരെയധികം സന്തോഷമായിട്ടാ. എല്ലാവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെയധികം സങ്കടം തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ആഘോഷിക്കാറില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട, ഈ പ്രാവശ്യം വേണ്ട, അടുത്ത പ്രാവശ്യം അടിച്ച് പൊളിക്കണം എന്ന് വിചാരിച്ച് ഈ പ്രാവശ്യം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇടാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് പനി പിടിച്ച് കിടപ്പിലായി പോയി ഗൈസ്. അതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും എന്നുള്ളതൊരു യാതൊരു ഐഡിയ എനിക്കില്ല കേട്ടോ. എനിക്ക് കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാനും ഇഷ്ടമാണ്, അതുപോലെ എനിക്ക് വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ തന്നെ പറയാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരാൾ മേടിച്ച് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് അത്രയും ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും അതുപോലെ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ അവർ ഭയങ്കര സന്തോഷമായെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നത്തില്ലേ? സെയിം സാധനമാണ് കേട്ടോ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെല്ലാം ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് ബോക്സ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതും പൊട്ടിച്ചാലേ അതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല രസമുണ്ടല്ലേ ഈ ഒരു കളറ്? അതിൻ്റെ മുറിഞ്ഞ കേടി വരുത്തി അലമ്പാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കുറച്ച് നീറ്റായിട്ട് കേട്ടോ കുളിക്കാൻ. ഫോയിൽ പേപ്പർ പോലെ ഇരിക്കുന്നത് കട്ട് ചെയ്യാം. ഗ്യാപ്പ് നമുക്കിവിടെ കിട്ടാം. ഫ്രെയിമാണ്. അമ്മ ഞാനത് പറഞ്ഞതില്ലായിരുന്ന? ഓർത്തിരിക്കാനേ ഈ ഡ്രസ്സ് കൊള്ളായിപ്പോയി. ഏത് ഡ്രസ്സ്? അത് അമ്മമ്മേനെ നൈറ്റിയിലത്. ഓക്കെ, സൂപ്പർ. ഓക്കെ, ഇതെന്റെ ഓൾഡ് പിക്ചറാണ്. ഇതാണ് 1ാമത്തത്. എന്താ ഇതിങ്ങനെ വരപ്പിച്ചതാ? അത് വരപ്പിച്ചതല്ല, ഇത് പ്രിന്റ് എടുത്ത് അവര് പൊളിച്ചോ? എനിക്ക് രാവതില്ല അത്. ബോക്സ് കേട് വരുത്തരുതാ, ബോക്സ് കേട് വരുത്തരുത്. ഇവിടെ ഇങ്ങനെ നിന്നോ, എന്നാലും ഇങ്ങനെ പൊളിക്കുന്ന കാണുന്നുണ്ട്. ഞങ്ങളെ ഫ്രെയിമിൽ നിന്നൊക്കെ മാറുന്നു. ഇങ്ങനെ കിട്ടുള്ളൂ. പാഞ്ചാതിന്റെ സാരി ഇന്ന പോലെ ഉണ്ട്. ഇതൊരു റോള് മൊത്തം ഉണ്ടാവില്ല. അത് മറ്റേ പേപ്പറാണ് അത്.
ഉള്ളി പൊളിക്കാൻ ആരും പൊട്ടിക്കിട്ട് അതിന്റെ ഇടയ്ക്ക് കൂടി വളരെ ചൂടി നോക്കണം. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കാണിച്ചെടുക്കുന്നത്. അതെന്തോ വലിയ ചോക്ലേറ്റ് തന്നെ. ഇനി പൊട്ടിക്കാരുന്ന ചോക്ലേറ്റ് കേടുവെന്ന് പറഞ്ഞേ. ഇനി പൊട്ടിക്കാരുന്ന എന്തായിരിക്കും എന്തായിരിക്കും മിക്സിയാ ജാറാ കണ്ട ഇതാരിന് പൊട്ടിക്ക് പാക്കേജിങ് സ്കില്ല് വളരെ അടിപൊളിയാണ്. ക്ഷമ വേണം. അത് ഇവിടെ കിട്ടിയ തെർമോക്കോൾ അങ്ങനെ അത് ഇത് അതുകൊണ്ടാണ് ഇത് ഫ്രെയിം പൊട്ടാതെ കിട്ടിയതല്ലേ? പൊട്ടിയിട്ടില്ലേ? അതുപോലെ അവൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അത് മിക്സിന്റെ ജാറിന്റെ മുതിരത്ത് അതിന്റെ ഉള്ളിലും അവൻ പൊതിഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ കീറി പൊടിക്കാതെ കഴിഞ്ഞിട്ട് വണക്കി തയ്ക്കാനിരിക്കാൻ. ഇത് പണ്ട് ഒരാട് പറഞ്ഞ പോലെ ഇതിനുള്ളിൽ പേപ്പർ കുത്തി വരച്ചു തന്നതാ. എന്താ വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്? അത് പേപ്പറിന്റെ വെയിറ്റ്. നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക ഇവിടെ ഞാൻ സാധാരണ വലിച്ചു വാരി എടുക്കാറാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം കുറച്ച് നല്ല നീറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഈ കത്രിക വെച്ച് മുറിക്കണേ? ഇത് പഴയ കത്രികയാണേ, പുതിയ കത്രികയാണ് അത്. അതിനകത്ത് വേറെ തെർമോക്കോള്. ഗൈസ് ഇതാണ് ഗൈസ് ഞാനിതാ സൂപ്പറാടാ സൂപ്പർ. നെല്ലപ്പലയും പൊളിച്ചു തന്ന സാധനം ഇതാണ് പെൻസിൽ ബ്രഷ് അല്ലേ? ഞാൻ വരയൊക്കെ നിർത്തി. ചോക്ലേറ്റ് മിഠായി കപ്പ് നോക്കടി. ചായ കുടിക്കാനേ ഇത് നോക്ക. എന്റെ പല്ല് നോക്കി. അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ടീഷർട്ട് അല്ലേ? നല്ലൊരു കളറല്ലേ? എനിക്ക് ഇങ്ങനത്തെ കളർ ഇഷ്ടമാണ്. മിഠായി എത്ര പൈസ മിഠായി ഒരു പെട്ടി എന്തൊക്കെയാ ചെയ്തത്. ഇന്ന് മറ്റേ ഈദ് മുബാറക്ക് വേണ്ട വേണ്ടേ? അത് വേണ്ട. അല്ല ഈ മിഠായിന്റെ ടേസ്റ്റ് നോക്കട്ടെ ഞാൻ. വേണ്ടെന്നോട്ട് കൈയിട്ട് വരുന്നത്. എനിക്ക് പല്ലുവേനാണമ്മ. മിഠായി തരാം. പരസ്യത്തിലൊക്കെ കാണാം, പൊട്ടിക്കണ കാണാം. അതിന്റെ ഇതാണ്. എനിക്ക് പല്ലുവേനാണ് കേട്ടോ. എനിക്ക് വേണ്ട. ആരും പല്ലുവേന എന്നൊക്കെ പറയണ്ട. ചെറിയൊരു കഷ്ടപ്പാട്. നാളെ മുതൽ ചായ കുടിക്കുന്നത് ഞാൻ ഈ കപ്പിലായിരിക്കും ഗൈസ്. കണ്ടോ? ഈ ഫോട്ടോ അതേപോലെ ഫ്രെയിം ആക്കണം. അല്ല ഇങ്ങനെ ആക്കി കിട്ടുമെന്ന് നോക്കിയേക്കാം. ഇത് വലുതായി ഫ്രെയിം ആക്കാൻ പറ്റുമോ? ഞാനത് ചോദിച്ചായിരുന്നു. എഡിറ്റ് ചെയ്യാനോ? എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് വലിയ ഫ്രെയിം. ഇത് അങ്ങനെ ചെയ്ത് വെച്ചേക്കാം. ചായ കുടി. ഇത് മേലായിട്ട് ഈ കപ്പ് എടുത്തു പോരുത്. സ്വന്തം കപ്പ്. ഡ്രസ്സിന്റെ വെരി നൈസ്. വണ്ണം കൂടാ ഇല്ല കുറച്ച് വണ്ണം കൂടുതലാണോ? നമ്മൾ ഷേപ്പ് എടുക്കാം. ബോഡി ഷേവിങ് ചെയ്യുന്നോടാ. പക്ഷേ
ടർക്കി എന്തിനാ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇത് പാക്കറ്റ് വെക്കണമെങ്കിൽ അതുപോലെ ഇതൊക്കെ പൊട്ടാതെ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ, ബൈ.